ഹലോ ഗൈസ്, അസ്സാം വലൈക്കും. അപ്പോൾ നമുക്കൊരു കട്ടൻ ചായ കുടിച്ചിട്ട് തുടങ്ങിയാലോ. അപ്പോൾ നമുക്കിത് ഷോപ്പിൽ വന്ന് കുറച്ച് കഴിയുമ്പോഴത്തേനും നല്ല കട്ടൻ ചായ ഉണ്ടാക്കി കുടിച്ചു. അതിലേക്ക് നല്ല കേക്ക് ഉണ്ടായിരുന്നു. കേക്കും കട്ടൻ ചായയൊക്കെ കഴിച്ചിട്ടോ. എല്ലാവരും ഇല്ല, ഞാനും ചേച്ചിയും സിനിമകളും കൂടിയിട്ട് ഞങ്ങൾ മൂന്നുപേരും കൂടി കട്ടൻ ചായയും കേക്കൊക്കെ കൂടി കഴിച്ചു. കപ്പ് കേക്ക് ഉണ്ടായിരുന്നു, കഴിഞ്ഞു കേട്ടോ. ഇനി പിയർ കേക്ക് ഉണ്ടായിരുന്നല്ലോ, അങ്ങനെ അതും അവസാനിച്ചു ഗൈസ്. വന്ന് ടൈം സ്റ്റാർട്ട് നൗ. നാളെ എങ്ങനെയാണോ നോക്ക്. ഈ കുട്ടി എങ്ങനെ നോമ്പെടുക്കൂ? സിനിമ എങ്ങനെ നോമ്പെടുക്കും? സിനിമോൾ ഞാൻ നോമ്പെടുക്ക എന്താ കഴിക്കണ ഗൈസ്? പൊറാട്ടയും അയ്യവ കാണുമ്പോ തന്നെ കൊതിയോ. കൊടമ്പുള്ളിട്ട് മീൻ കിട്ടാന് അയ്യവ. എല്ലാരും ചോറ്റി മാത്രം തുറന്നു നോക്കി ആരെല്ലാം എന്തൊക്കെ ഉണ്ടെന്ന്. ഇന്ത്യയില് ചപ്പാത്തി, താത്താടേല് പൊറാട്ട ഉണ്ടായിരുന്നു, അതെടുത്തിട്ട് മുട്ടാണ് തിന്നണെങ്കിൽ ചോറാരാന്നും പറഞ്ഞിട്ട് കണ്ട. എല്ലാരും ചോറ്റി മാത്രം തുറന്നു നോക്കിയിട്ടുണ്ട് മുട്ടാള്. ചായ കാണാ സിനിമ അവിടെ പോയിരുന്നു തിന്നാണ്. ഇവിടെ പിന്നെ ഫുൾ ടൈം ഫോണാട്ടോ. പാട്ടെ 3 എണ്ണം കൊടുത്തിട്ടുണ്ടായിരുന്നു, 2 എണ്ണം മിസ്സിങ് ആയിട്ടുണ്ട്. ഇനി ആകെ ഒന്നും കൂടി ഇടട്ടെ താത്താക്ക്. ഞങ്ങളിന്ന് കൊടുക്കാന്ന് വേണ്ടിട്ട് ചപ്പാത്തിയും ചോറും കൊടുക്കാൻ തന്നിട്ടുണ്ട്. അപ്പൊ ഇപ്പത്തെ വിശപ്പിനുള്ളതായി. താങ്ക് യു. എനിക്കും വിശക്കണം, അവള് കഴിക്കണണ്ടപ്പൊ. ഇതാണ് ഇവിടുത്തെ ഏറ്റവും ചെറിയ ഉണ്ണി. പാലും കുപ്പി കണ്ട കണ്ടില്ലേ? പാത്രത്തിന് ഒരു വെറുതെ ഉണ്ണിയില്ല. ഇവിടെ ബാക്കി ഇന്ത്യയിലും ഉണ്ട് കേട്ടോ. അച്ചു അമ്പഴത്തിന് മോന്റെ പേര് അച്ചു. എങ്ങനെയുണ്ട്? അച്ചുവിന്റെ ബീഫ് കറി അടിപൊളി. ഒരു ദിവസം ബീഫ് കറി ചേച്ചിയുടെ ഭാഗ്യം. കാരണം ചേച്ചിക്ക് ഇങ്ങനെ കൊണ്ടാ പക്ഷെ ഇത് കഴിക്കുക. മോനുണ്ടാക്കിയിട്ട് കറി കൊടുത്തയക്കുക. ബീഫ് കറി, ചിക്കൻ കറി, അതുപോലെ എന്തിട്ടാ മീൻ കറി. എന്ത് ടേസ്റ്റ് എന്ന് പറയുന്നത് മോന്റെ മീൻ കറി. ഒരു ദിവസം ബീഫ് കറി കൊടുന്നു. ഓഫ് എന്ത് ടേസ്റ്റാന്നറിയോ? എന്തെന്ന് ഓരോ ബീഫ് കറി ഒരു ദിവസം ഉണ്ടാക്കി കൊടുന്നു. ഞങ്ങൾ എല്ലാരും ബീഫ് കറിക്ക് കാത്തിരുന്നു. ഈ ഒരു പാത്രത്തിന്റെ കുറച്ച് പകുതി കൊടുത്തയച്ചുള്ളവന്. പക്ഷെ അത് എല്ലാവരും തിന്നിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നത്. ആൺകുട്ടികൾ ഉണ്ടാക്കിയാൽ ഇത്ര ടേസ്റ്റ് ഉണ്ടാവുന്നു ഞാൻ ആദ്യമായിട്ട് അത്ര ഒരു ആൺകുട്ടി ഇത്ര ടേസ്റ്റിൽ ഉണ്ടാക്കിയ കറി കഴിക്കുന്നത്. നീയോ സിനോ? നീയോ? അത് തുടച്ചിന് പാത്രത്തിലില്ല, ബോട്ടിലൊക്കെ. അവള് കൊടുന്ന ചോറ് മൊത്തം താത്താ കൊടുത്തു. താത്തോടെ പൊറോട്ട അവള് തിന്നു. എന്താണ് ആ ഭാഗ്യവതിയായ അമ്മ? ആ കൈപ്പുണ്യ ആരുതാ മോൻക്ക് കിട്ടിയുള്ളത്? ചേച്ചിരുതാന്ന് മാത്രം പറയരുത്. അശ്യോ, ഞാൻ പണ്ട് ഭക്ഷണം കഴിക്കട്ടെ. പാത്രത്തിന് വെറുതെ വിടുക സിനിമ. മോനോട് ഞാൻ എന്നതുപോലെ നല്ല കറി ഉണ്ടാക്കാൻ പറയട്ടെ. കൊടമ്പിലിട്ടിട്ട് നോക്കിസ്റ്റ പൊറോട്ടയിൽ ഇട്ടിട്ട് വിളിക്കുന്നത്. ഞാൻ ചോറ് മൊത്തം അതിനോടുത്ത് ഈ മീൻ കറി കുട്ടി എന്താ വേണ്ടിട്ട് സിനു രക്ഷല്ലട്ടാ. പാത്രം കഴുകണ്ട ആവശ്യമല്ലാണ്ടൊക്കെ. കത്തിക്കല് കഴിഞ്ഞിരിക്കുന്നു ഗൈസ്. നാളെ മുതൽ നോമ്പല്ലേ. ഇന്നത്തോടു കൂടി കുട്ടിയുടെ കത്തിക്കല് കഴിഞ്ഞ് നാളെ ഞാനും എന്റെ ഉറ്റ സുഹൃത്തായ പ്രകൃതിയും എന്താണ് ഞാനും എന്റെ പ്രകൃതി മാത്രം ഇരുന്നിട്ട് എന്റെ മോനുണ്ടാക്കിയ മീൻകറി ഞങ്ങൾ ഇരുന്ന് ഇങ്ങനെ കഴിക്കും. വറുത്തതും പൊരിച്ചതും അച്ചാറും വിഭവ സമൃദ്ധമായിട്ട് ഞങ്ങൾ കഴിക്കും. നിങ്ങൾ നന്നായി വയറ്റ് നോക്കുടിക്കും. ഇവിടെ നിങ്ങൾ എന്ത് വെച്ചാലും പറ്റില്ല, എനിക്ക് തന്നാ മതി. ഞാൻ കഴിക്കാൻ റെഡിയാണ്. അതിന്റെ പൊറോട്ട എടുത്ത് കഴിച്ചു. നോമ്പ് മുറിക്കാൻ റെഡി ആയിട്ടിരിക്കുകയാണ്. നോമ്പ് മുറിക്കാനല്ലേ നിങ്ങൾക്ക് വയറ്റ് നോക്ക് വരൂ. അവള് പറഞ്ഞിട്ട് നാളെ നോമ്പ് മുറിക്കുകയാണ്. ആര്? നല്ല കറികൾ വെച്ച് കഴിഞ്ഞാൽ അവന്റെ ബീഫ് കറി കൊടുന്നാല് മനസ്സ് മാറ്റരുത്. എല്ലാ ദിവസങ്ങളും 30 ദിവസങ്ങളില് ഫുള്ള് എന്റെ മകന്റെ കറിയായിരിക്കുന്നു ഇവിടെ. ഇവരെ മോന്റെ കൈപ്പുണ്യം ഒന്നും പറയാണ്ടിരിക്ക. കുട്ടിയുടെ കൈപ്പുണ്യം പോവാണ്ടിരിക്കട്ടെ. ഇവരെ മോന്റെ കറി വന്നപ്പോ മോര് കറി ആർക്കും വേണ്ട.
നിങ്ങളെ മോനെ കറിയൊന്നും വേറെ ആരെ കറിയൊന്നും വേണ്ട. അതിലിരിക്കുന്നുണ്ടോ ചെറി എന്നാ ഗ്രീൻ പീസ് കറി കൊണ്ടേക്കോ. ഇത്ര കാലം എവിടെയായിരുന്നു? ഇപ്പഴും വായിക്ക് രുചി നല്ലൊരു കൂട്ടാൻ കൊണ്ട് ചോറയച്ച്. ആ കോടമ്പുളി ഇട്ടാലൊന്നും ഇത്രയും ടേസ്റ്റ് ഉണ്ട്. കോടമ്പുളി ഇട്ടില്ലടി നമുക്ക്. ചക്കക്കുരു ഉണ്ടായിരുന്നല്ലോ. മീൻകറിയില് ചക്കക്കുരു ഇടൂ. ചക്കക്കുരു ഭക്ഷണം കഴിക്കലൂടെ കഴിഞ്ഞു. ഇനി ഒരു മോരിക്കറിയുടെ പാത്രം കാണിച്ചു കൊടുക്കുക. എന്താ മോരിക്കറിയുടെ അഭിഷേകമാണ്. ഇനി ഇത് കഴിഞ്ഞാൽ ഇനി എന്തിട്ട് ചേച്ചിയെ ഒരു ഫലൂദ, എന്നിട്ടൊരു ഫലൂദ ഉണ്ട്. എന്നിട്ട് എന്ത് അവിൽ മിൽക്ക. ഇന്ന് ഹണിമൂൺ മതിയാ. ഇന്ന് സിഗ്മ, ഇന്നലെ മിന്റി, ഇന്ന് ഹണിമൂണ്. ഓക്കെ, ഇന്ന് ഹണിമൂണ്. എന്നിട്ട് ഇവിടെ ഇരുന്നിട്ടൊരു സുഖം നിദ്ര ഹണിമൂൺ കഴിച്ചിട്ട്. അല്ലാക്ക് വയ്യ കഴിക്കട്ടെ. ആ ഇങ്ങപ്പ ഇതൊന്നുമല്ല കേട്ടോ, ഇതിനപ്പുറം ഇവിടെ ഇതേ ഇങ്ങനത്തെ കുറച്ച് ഡ്യൂട്ടി കൂടി ഉണ്ട് കേട്ടോ. നമ്മൾ സിനിമ നല്ല രീതിയിൽ പണിയെടുക്കുന്ന ഒരു കുട്ടി കൂടിയാണ് കേട്ടോ. കഴിക്കലും കളിയും ചിരി മാത്രമൊന്നുമല്ല കേട്ടോ, ഇതിൻ്റെ ഇടയിൽ അത്യാവശ്യം നല്ല പണിയും ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊന്നും നമുക്ക് എപ്പോഴും വീഡിയോ എടുക്കാൻ പറ്റില്ല. ഇതാ കുഞ്ഞു കുട്ടിയാണ്, ഞാൻ സ്റ്റുഡിയോ എടുത്താണ്. അപ്പോൾ അടിയിലേക്ക് വന്നപ്പോൾ ഇതേ അവിടെ അമ്പാടിച്ച് നല്ല ചൂടുള്ള കപ്പലണ്ടി മേടിച്ചിട്ടു. അപ്പോൾ ഞാനും അമ്പാടിച്ചും ബായും കൂടിയിട്ട് ആ കപ്പലണ്ടിയൊക്കെ കഴിച്ച് കഴിഞ്ഞു. അതൊക്കെ കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ ഇതേ നമ്മുടെ അവിൽ മിൽക്ക് വന്നു കേട്ടോ. നമ്മൾ വെറൈറ്റി അവിൽ മിൽക്കുകളാണ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. 4 സൈസ് പറഞ്ഞിട്ടുണ്ട്, 4 5 പറഞ്ഞിട്ടുണ്ടായിരുന്നു. 5ഉം വേറെ വേറെ വെറൈറ്റി ആണ് കേട്ടോ. എല്ലാതും ഒരു ഫ്ലേവർ അല്ലാണ്ട് എല്ലാം വേറെ വേറെ ഫ്ലേവറാണ് മേടിച്ചിട്ടുള്ളത്. ഇനി ഇത് നാത്തി തന്നെ ടേസ്റ്റ് നോക്കണം കേട്ടോ. നമ്മൾ സിനിമകൾ അന്ന് മേടിച്ചത് തന്നെ കേട്ടോ കഴിച്ചത്. എന്താ മിൻ ഫലൂദ എന്ന് പറഞ്ഞിട്ടൊരു സംഭവം അവൾ അന്നത്തെ തന്നെ മേടിച്ചു. അവൾക്കത് ഭയങ്കര ഇഷ്ടമായി. ഞങ്ങൾ പിന്നെ വെറൈറ്റി ടേസ്റ്റ് ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ വേറെയാണ് കേട്ടോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞാൻ ബട്ടർ സ്കോച്ച് തന്നെയാണോ അത് ബട്ടർ സ്കോച്ച് ഒന്ന് ടെസ്റ്റ് ചെയ്യോട്ടെ. ഞാനവിടെ ടെസ്റ്റ് ചെയ്യണ ആള് മനസ്സില്ല, മനസ്സോണ്ട് എനിക്ക് ടെസ്റ്റ് ചെയ്യാൻ തരുന്നത്. പക്ഷെ അടീന്ന് കഴിക്കണം കേട്ടോ, വേറെ കാര്യം. ടേസ്റ്റ് നോക്കട്ടെ സിനോ, ടേസ്റ്റ് നോക്കട്ടെ സിനോ, ടേസ്റ്റ് നോക്കട്ടെ. ഒരു മൈൻഡും പോലില്ല. ഇവരൊക്കെ ടേസ്റ്റ് ചെയ്യാൻ കൂടെ മാത്രം ടേസ്റ്റ് ചെയ്യാൻ തരണില്ല. ഒരു അലിവ്, ഒരു ദയാവൊന്നുമില്ല. നിന്റെ ടേസ്റ്റ് ചെയ്യാൻ തന്നില്ലല്ലോ ബൈ. ടേസ്റ്റ് തായോ, ഞങ്ങൾ ടേസ്റ്റ് നോക്കട്ടെ. തായോ യൂട്യൂബർ ഇത് കാണാൻ തന്നെ ഭയങ്കര, പക്ഷെ നിന്റെ ഇത് കാണാൻ നല്ല രസമുണ്ട്. ഉണ്ടാണ്ടി അവള് തരും, എന്നിട്ട് ഇങ്ങനെ കുടിക്കും. അവള് ലാസ്റ്റ് മതിയാക്കും കണ്ടോ, അപ്പൊ തരും നമുക്ക്. അല്ല ഒരു ബദാമൊക്കെ കിട്ടിയതിനാ. എന്റെ കൊറേ നട്ട്സ് ഉണ്ട് കേട്ടോ. കടി ഉള്ളിയോടെയും കിട്ടില്ല, പരിപ്പടയും കിട്ടില്ല. ചായ ബജി, ബ്രെഡ് വെച്ച്, ചമ്മന്തി. ആ ഉപ്പിടുത്തരോ ഉപ്പ എങ്ങനെ ഷോപ്പിൽ നിന്ന് ഇറങ്ങി നമ്മൾ നേരെ പോകുന്നത് സ്റ്റുഡിയോ, ചോക്ലേറ്റ് സ്റ്റുഡിയോ. ഇവിടെ റോഡ് ക്ലോസ് ചെയ്യാനാണ് ടൈം. ഞാൻ
ഇവിടെ ഈ നല്ലൊരു ടീഷർട്ട് എനിക്ക് കണ്ടപ്പോൾ തയ്ച്ചിട്ടുണ്ടായിരുന്നു, മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതിപ്പോഴുണ്ടെങ്കിൽ എടുക്കാം. ഈ ഒരു ടീഷർട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട്, ഇതാണെങ്കിൽ ഞാൻ നോക്കി വെച്ച് പോയ ടീഷർട്ട്. അപ്പോൾ ഇതെടുക്കാൻ വേണ്ടിയിട്ടാട്ടോ വന്നത്. ഭയങ്കര ഇഷ്ടമായിട്ടായിരുന്നു. പക്ഷേ 2 സൈസുള്ളൂ കേട്ടോ. സത്യം പറഞ്ഞാൽ എനിക്ക് ടീഷർട്ടിൻ്റെ സൈസ് ഏതാണെന്ന് അറിയില്ല. ഞാൻ ഇതുവരെ എൻ്റെ കയ്യിൽ നിന്ന് ഞാൻ ടീഷർട്ട് മേടിച്ചിട്ടില്ല കേട്ടോ. ഞാൻ നൈഫിൻ്റെ ടീഷർട്ടാണ് ഇടാറ്. നൈഫിന് അച്ഛൻ്റെ ബ്രദറാണ്, കുഞ്ഞുമാട മോൻ കേട്ടോ. അവനും നീമക്കൊക്കെ ഇടുന്ന ടീഷർട്ടൊക്കെ എനിക്കുള്ളതാണ്. അവരൊക്കെ ഒരു ഇടലിട്ടിട്ട് പിന്നെ എനിക്ക് തരും. അവരെ ഇടൽ കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവിടെ പോയിട്ട് എനിക്ക് ഇഷ്ടമായി ഞാൻ എടുത്തിട്ട് വരാട്ടോ ചെയ്യാറ്. അപ്പോൾ പിന്നെ അവനക്ക് വിളിച്ച് ചോദിച്ചിട്ട് വേണം എനിക്ക് ടീഷർട്ട് എടുക്കാൻ. കാരണം എനിക്ക് സൈസ് കറക്റ്റ് അറിയില്ല ഏത് സൈസ് എടുക്കാമെന്നുള്ളത്. അവൻ്റെ വലിയ സൈസാണ്, അതാകുമ്പോൾ എനിക്ക് നല്ല ലൂസിൽ എടുക്കുകയും ചെയ്യും. അപ്പോൾ പിന്നെ അവനക്ക് വിളിച്ച് ചോദിച്ചപ്പോൾ XL ഡബിൾ എന്തോ ഒരു സൈസ് പറഞ്ഞു. പക്ഷേ ആ സൈസ് ഇല്ല കേട്ടോ. നമുക്കിവിടെ സ്മോളും XSും മാത്രം സൈസ് അവൈലബിൾ ഉള്ളൂ. പിന്നെ ഉള്ളതൊന്നും എനിക്ക് വലിയ ഇഷ്ടമായില്ല. എനിക്കത് മാത്രം ഇഷ്ടമായിട്ടുണ്ടായിരുന്നുള്ളൂ. അത് മാത്രം കണ്ടിട്ട് എടുക്കാൻ വേണ്ടി വന്നതാട്ടോ. പക്ഷെ എനിക്ക് കിട്ടിയില്ല. അപ്പോൾ നമ്മൾ സ്റ്റുഡിയോന്ന് ടാറ്റ ബൈ പറഞ്ഞിട്ട് പോവുകയാണ് കേട്ടോ. പിന്നെ ഞാൻ നേരെ പോയത് വീക്കെയറിലാണ്. വീക്കെയറിൽ പോയത് വേറെ ഒന്നുമല്ല, നിച്ചു വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം നാളെ നോമ്പല്ലേ, നമുക്ക് ചാവടിക്കാൻ പോകാമെന്ന് പറഞ്ഞിട്ടാണ് അവൾ എന്നെ വിളിച്ചത് കേട്ടോ. അപ്പോൾ ഓക്കെ ഞാൻ വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഞാൻ നേരെ വീക്കെയറിലോട്ട് വന്നു. അവൾക്കൊന്ന് മെഡിസിൻ അതൊക്കെ മേടിക്കാണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ മേടിച്ച് ഞങ്ങൾ നേരെ ബസ്സിൽ കയറി. കാരണം എനിക്ക് ചായ കുടിക്കാനുള്ള സ്പേസ് എൻ്റെ വയറ്റിലില്ല. ഇനി എന്തെങ്കിലും കഴിച്ചില്ലെങ്കിൽ പുറത്തേക്ക് വരുമെന്നൊരു പേടി. അപ്പോൾ ഞാൻ പറഞ്ഞിട്ട് എൻ്റെ വയറ്റിൽ സ്ഥലമല്ല, നമുക്ക് ഒരു ദിവസം നോമ്പറക്കാം, നമുക്ക് പുറത്തേക്ക് പോവാം. ഇന്ന് എന്നെക്കൊണ്ട് യാതൊരു നിവൃത്തിലൊന്നും ഫുൾ കഴിക്കലന്നെയായിരുന്നു എന്ന് പറഞ്ഞിട്ടോ. ബസ് ഇറങ്ങി വരുമ്പോൾ ഇത് ജാഷിക്കാനെ കണ്ടിട്ടോ. അപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല, ബുള്ളറ്റിന് കയറി ഞാൻ വീട്ടിലോട്ട് പോയി. അപ്പോൾ ഇത്രയുള്ള വിശേഷം. ബൈ.